ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എക്സാം ഫോർത്ത് സെമസ്റ്ററിൻ്റെ ബികോം BBAയുടെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു അല്ലേ. നമ്മൾ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് ഉണ്ടായിരുന്നു. വളരെ സന്തോഷം, എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ എക്സാം എഴുതി വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഹൂ ഈസ് എൻ ഓൺട്രപ്രണർ ആയിരിക്കും. അത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ EDP ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചാനൽ ചോദിച്ചിട്ടുണ്ട്. ഡ്രോൺ ഓൺട്രപ്രണർ ഞാൻ പറഞ്ഞിരുന്നു, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓൺട്രപ്രണർ പഠിച്ചാൽ അതിന് ഏതെങ്കിലും ഒരു ടൈപ്പ് ഓൺട്രപ്രണർ 2 മാർക്കിന് ചോദിക്കും. ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഡ്രോൺ ആണ്. പിന്നെ മാർക്കറ്റ് ആൻഡ് ഡിമാൻഡ് അനാലിസിസ് ചോദിച്ചിട്ടുണ്ട്. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ചോദിച്ചിട്ടുണ്ട്. ഇൻട്രാ പേഴ്സൺഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉറപ്പായിട്ടും പഠിക്കാൻ പറയുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അതോടെ ചോദിച്ചിട്ടുണ്ട്. പ്രൊജക്ട് റിപ്പോർട്ട് ഇറ്റ്സ് എ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്നു, അത് തന്നെയാണ് ചോദിച്ചേക്കണേ. പിന്നെ NIESBUD ചോദിച്ചിട്ടുണ്ട്. MSME മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് അല്ലേ. അതുപോലെ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്നാണ് ചോദിച്ചിട്ടുണ്ട്. KVIC ഒബ്ജക്റ്റീവ്സ്, പ്രൊജക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, സോഷ്യൽ ഓൺട്രപ്രണർ. അപ്പോൾ ഈ ഓൺട്രപ്രണറിൽ 2 വന്നിട്ടുണ്ട്. ഡ്രോൺ ഓൺട്രപ്രണർ ചോദിച്ചിട്ടുണ്ട്, സോഷ്യൽ ഓൺട്രപ്രണർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് അറിയാം. അടുത്ത് നമ്മുടെ 5 മാർക്ക് ക്വസ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്തൊക്കെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഡിസ്ക്രൈബ് ദ ഫങ്ഷൻസ് ഓഫ് വുമൺ ഓൺട്രപ്രണർ. വുമൺ ഓൺട്രപ്രണർ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? MSMEയുടെ ഒബ്ജക്റ്റീവ്സ്, EDPയുടെ സ്റ്റെപ്സുകൾ, DICയുടെ ഫങ്ഷൻസ് ചോദിച്ചു, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ബെനഫിറ്റ്സുകൾ, ഫീസിബിലിറ്റി ഓഫ് എ പ്രൊജക്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഇൻസെൻറ്റീവ് ചോദിച്ചിട്ടുണ്ട്. ഇൻസെൻറ്റീവ് ഒക്കെ എന്തായാലും പഠിക്കാൻ പറഞ്ഞതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസെൻറ്റീവ് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടായിരിക്കുന്ന റിക്വയർമെൻറ്റ്. 10 മാർക്കാണെങ്കിൽ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ 10 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് MSME എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ പ്രൊസീജിയറും അതിൻ്റെ ഫങ്ഷൻസും. പ്രൊജക്ട് റിപ്പോർട്ടും അതിൻ്റെ കണ്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻ പറഞ്ഞത് 10 മാർക്കിന് അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഓൺട്രപ്രണറിൻ്റെ പ്രാധാന്യം, അതിൻ്റെ റോള്, അതും എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന 10 മാർക്കിന് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നി 27ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. എലാബറേറ്റ് ഇൻ ഡീറ്റെയിൽ ദ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻഗേജ്ഡ് ഇൻ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിച്ചില്ല സെക്കൻഡ് ചാപ്റ്ററിൽ, അതാണ് ചോദിച്ചേക്കുന്നത്. അതെല്ലാം എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ കുട്ടികൾക്ക്. ബാക്കി ഏതെങ്കിലും 2 എസ്സേ എഴുതാൽ പോരെ. ആ ബാക്കിയുള്ള 3 എസ്സേസും ഈസിയാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ എക്സാം എഴുതിയത് കരുതുന്നു. ഓക്കെ, എന്തായാലും നല്ല റിസൾട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, താങ്ക്